കോട്ടപ്പുറം കൊണ്ടൂർക്കുന്ന് റോഡിലെ ക്രഷർ അനുമതി. ഉയർന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കൊടുന്നോട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിന് മുൻ ഭരണസമിതി അനധികൃതമായി അനുമതി നൽകിയെന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ വ്യക്തത വരുത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ. നിയമപരമായ എല്ലാ അനുമതി പത്രങ്ങളും ഹാജരാക്കിയ ശേഷമാണ് അന്നത്തെ ഭരണസമിതി മെഷീൻ ഇൻസ്റ്റാളേഷനുള്ള അനുമതി നൽകിയതെന്നും ഭരണസമിതി പ്രദേശവാസികൾക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും യോഗങ്ങളും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി മുൻ പ്രസിഡന്റ് രംഗത്തെത്തിയത്. 2024 തുടക്കത്തിൽ പഞ്ചായത്തിന് മുൻപിൽ ആദ്യ അപേക്ഷ വന്നിരുന്നു. റോഡുകളുടെ വീതി കുറവ്, പൊടിപടലങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി നടത്തിപ്പുകാരൻ മുസ്തഫ സമർപ്പിച്ച ആദ്യ അപേക്ഷയിൽ ഭരണസമിതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. 15/4/2024 ക്രഷറിനായി K-സ്മാർട്ട് വഴി സമർപ്പിച്ച അപേക്ഷ ആദ്യമായി ഭരണസമിതി അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും രേഖകൾ വിശദമായി പരിശോധിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വകുപ്പ് തല അനുമതികൾക്കായി വോൾട്ടേജ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ KSEB-യിൽ നിന്നുള്ള കത്തും മലിനീകരണ ഭീഷണിയെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ചപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ NOC-യും അപേക്ഷകർ ഹാജരാക്കി. പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ സ്ഥലപരിശോധനയിൽ പരിസരത്തുണ്ടായിരുന്ന ഷെഡിന് നമ്പർ ഇല്ലാത്തതിനെ തുടർന്നും മറ്റു കാരണങ്ങളാലും അപേക്ഷ അന്ന് നിരസിക്കുകയും കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. വീണ്ടും തള്ളിയ അപേക്ഷ 26/6/2025 ഉടമയായ ഷംസീറ പാറക്കലിന്റെ പേരിൽ സമർപ്പിച്ച അപേക്ഷയിൽ വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണസമിതി വീണ്ടും അനുമതി നിഷേധിച്ചു. പിന്നീട് 9/10/2025 ആവശ്യപ്പെട്ട എല്ലാ രേഖകളും അനുമതി പത്രങ്ങളും കൃത്യമായി ഹാജരാക്കിയതിനെ തുടർന്ന് ഭരണസമിതി കാലാവധി അവസാനിക്കാറായ ഘട്ടത്തിൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചുമതല പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു. മറ്റ് സർക്കാർ വകുപ്പുകൾ പഴുതടച്ച് അനുമതി നൽകിയ സാഹചര്യത്തിൽ പഞ്ചായത്തിന് മാത്രം അനുമതി നിഷേധിക്കാൻ കഴിയില്ലായിരുന്നുവെന്ന് KM ഹനീഫ പറഞ്ഞു. ഇതിന് തയ്യാറായില്ലെങ്കിൽ ഉടമ ഹൈക്കോടതിയെ സമീപിച്ച് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വിഷയത്തിൽ പ്രദേശവാസികളുടെ അഭിപ്രായം രൂപീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് അനുകൂലമായ നിലപാടുകൾ ഉയർന്നു വന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പല സ്ഥലങ്ങളിലും യോഗം വിളിക്കുകയും ആ യോഗങ്ങളിലൊക്കെ തന്നെയും മുൻ ഭരണസമിതിയാണ് ഈ ക്രഷർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയത് എന്നും ഒപ്പം അനധികൃതമായ രീതിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഞാൻ അതിന് അനുവാദം കൊടുത്തത് എന്നുള്ള രീതിയിലൊക്കെ പല സ്ഥലങ്ങളിലും യോഗങ്ങളിലുമൊക്കെ പറയുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വേറെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ക്രഷർ പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകിയത് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അനുവാദം നൽകുന്നത് വഴിവിട്ട രീതിയിലോ മറ്റ് സാമ്പത്തിക ഇടപാടുകളിലൂടെയോ അല്ല എന്നുള്ളതാണ്. 2024 തുടക്കത്തിലാണ് ഈ ക്രഷർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ നടത്തിപ്പുകാരൻ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ സമീപിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ വിശദമായി പരിശോധിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൽ കുറെ പ്രയാസങ്ങളുണ്ട്, അനുവദിച്ചു തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പൊതുവെ ക്രഷർ നിങ്ങൾ ചെറുതാണ് തുടങ്ങുന്നതെന്ന് പറയും, പിന്നെ വലിയ രീതിയിൽ തുടങ്ങും, റോഡുകൾക്ക് പൊളിയാനുള്ള സാധ്യത, അവിടെയുള്ള ആളുകൾക്ക് പൊടി മാറിയിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ രേഖകളുണ്ട്, ഞങ്ങളുടെ അടുത്ത് രേഖകളുണ്ട്, ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നമ്മളെ സമീപിക്കുന്നത്. അങ്ങനെ പല പ്രാവശ്യം അത് നീട്ടിവെച്ചു. ഒടുവിൽ 15/4/2024 ആദ്യമായി ഇത് ഭരണസമിതിയുടെ അംഗീകാരത്തിനായി വരുന്നത്. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് വേണമെങ്കിൽ 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് വേണമെങ്കിൽ ഒരു അപേക്ഷ കൊടുത്താൽ കിട്ടും. ഞാൻ എന്തായാലും അത് ഇവിടെ പറയാൻ ആവശ്യമുള്ളവർക്ക് അവിടെ വാങ്ങാം. 15/4/2024 നാലാമത്തെ അജണ്ടയായി വരികയും അതിന്റെ തീരുമാനപ്രകാരം അത് പരിശോധിക്കാനും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം നടപടി എടുക്കാൻ വേണ്ടി സെക്രട്ടറിയോട് നമ്മൾ ആവശ്യപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത് K-സ്മാർട്ട് വഴി വരുന്ന ഒരു അപേക്ഷ, ആ അപേക്ഷയിൽ മുഴുവൻ രേഖകളും ആ ഒരു വ്യവസായമോ സ്ഥാപനമോ തുടങ്ങാനുള്ള മുഴുവൻ രേഖകളും ആയാണ് അദ്ദേഹം വരുന്നതെങ്കിൽ, K-സ്മാർട്ട് വഴി അപേക്ഷിച്ചെങ്കിൽ ആ യൂണിറ്റ് തുടങ്ങാൻ, ആ സംരംഭം തുടങ്ങാൻ അനുവാദം കൊടുക്കുക എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും ചെയ്യേണ്ടത് അഭികാമ്യമായ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ 15/4/2024 വന്നപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ അത് മാറ്റിവെച്ചു. ഞാൻ ഒരിക്കൽ തവണ വോൾട്ടേജിന്റെ പ്രശ്നം ഉണ്ടാവും, അയൽപക്കക്കാർക്കെല്ലാം നിങ്ങൾ വലിയ രീതിയിൽ KSEB ഉപയോഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ KSEB-യിൽ നിന്ന് ലെറ്റർ കൊണ്ടുവരികയാണ്. ഇതിൽ പിന്നെ വോൾട്ടേജ് ഇറക്ഷൻ ഉണ്ടാവില്ല, വേണ്ടുന്ന സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്, കൊടുക്കാവുന്നതാണെന്ന് KSEB പറയുന്നു. അടുത്ത മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പൊല്യൂഷൻ പൊടി മാറിയിട്ട് അത് പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ലെറ്റർ അവർ വന്ന് 24 മണിക്കൂർ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചുകൊണ്ട് നനയ്ക്കുകയും
സൈഡെല്ലാം കെട്ടി ഉയർത്തി നെറ്റൊക്കെ കെട്ടിയിട്ടാണ്, അതുകൊണ്ട് പൊടി പാറില്ല, അതുകൊണ്ട് പഞ്ചായത്തിന് കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സെക്രട്ടറിയെ പരിശോധിക്കാൻ ഒരു ദിവസം വിട്ടപ്പോൾ സെക്രട്ടറി എന്നോട് വന്നിട്ട് പറഞ്ഞു, അത് ചെറിയ ഒരു കടറൂം പോലെ ചെറിയൊരു വീടാണ്, പക്ഷെ വലിയൊരു ഷെഡ് കിട്ടിയിട്ടുണ്ട്, അതിന് നമ്പർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊടുക്കണ്ട, ഉള്ള നമ്പർ കൊടുക്കണ്ട, മറ്റതിന് കൂടെ അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ ഫണ്ട് കൂടെ കിട്ടിയതിന് ശേഷം അവരോട് വരാൻ പറ, അപ്പൊ പരിശോധിക്കാം എന്ന് സെക്രട്ടറിയോട് പറയും. സെക്രട്ടറി അത് അതേപോലെ അവരോട് പറഞ്ഞു. അങ്ങനെ ഓരോ തവണയും നീട്ടി വെച്ചു. ഈ 15/4/2024 ശേഷം വരുന്നത് 26/6/2025 ഈ ആദ്യം വന്ന നോട്ടീസ് ചർച്ചക്കെടുത്ത് തള്ളിയത് 15/4/2024 അനുവദിക്കാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സെക്രട്ടറിക്ക് കോഡ് കൊടുത്തു. അതിനുശേഷം വന്നത് 26/2025 ആ വിഷയം 14ാമത്തെ അജണ്ടയായിട്ട് വരുന്നത്. അന്ന് ഇതേപോലെ തന്നെ നമ്മളെ ബോർഡിൽ എല്ലാവരും തന്നെ, എന്റെ കൂടെ തന്നെയാണ് എല്ലാവരും നിന്നത്. ഇതിന്റെ PCB കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവര് ഇതിന് തരികയാണ്. ഈ മുഹമ്മദ് മുസ്തഫയല്ല, ഷംസീറ പാറക്കൽ എന്ന് പറയുന്നതാണ്, അവരാണ് അതിന്റെ ഓണർ, അവരാണ് ഇതിന് നമുക്ക് അപേക്ഷ തരുന്നത്. അങ്ങനെ 26/6/2025 രണ്ടാമത് ബോർഡിലേക്ക് ചർച്ച വന്നു. അങ്ങനെ ചർച്ച വന്നപ്പോൾ അത് വീണ്ടും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടാണ് നമ്മളത് അനുവാദം കൊടുക്കാതിരുന്നത്. ആ കാരണങ്ങൾ എന്തെന്നൊക്കെ ഇപ്പൊ പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. അങ്ങനെ ഒടുവിൽ അവരെല്ലാ രേഖകളും ക്ലിയർ ആക്കി. ഇനി ഒരു തരത്തിലുള്ള രേഖകളും ബാക്കിയില്ലാതെ 9/10/2025 വീണ്ടും ബോർഡിൽ വന്നു. അപ്പോഴത്തേക്ക് ആ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാറായിരിക്കുന്നു. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, 1/2/217B എന്ന നമ്പർ T ക്രഷർ യൂണിറ്റ് അനുവദിച്ചിട്ടുള്ളതിനാൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് മെഷീൻ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിന് ഭരണസമിതി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അവരെല്ലാ രേഖകളും വന്നാൽ മോട്ടോർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അനുവാദമാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി കൊടുക്കുക. ബാക്കി അത് പ്രവർത്തനാനുമതി നൽകുന്നത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും നമ്പർ കൊടുത്ത ഉദ്യോഗസ്ഥനും LSCD-യും ഓവർസിയറും വില്ലേജ് ഓഫീസറും ഒക്കെ പോയി പരിശോധിച്ച് രേഖകളിൽ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് കണ്ടാൽ മാത്രമാണ് പ്രവർത്തനാനുമതി കൊടുക്കുന്നത്. പിന്നെ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനാനുമതി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ K-സ്മാർട്ട് വഴി വന്ന ഒരു അപേക്ഷയാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് വ്യാപാര സ്ഥാപനങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം, അതിന് തടസ്സം നിൽക്കുന്ന ഒന്നും ചെയ്യരുത് എന്ന് സെക്രട്ടറിയോട് പറഞ്ഞതുകൊണ്ട് സെക്രട്ടറി കൊടുക്കാൻ നിർബന്ധിതയാകാണ്. മാത്രമല്ല, ഈ വ്യക്തി ഈ 2024 ജനുവരിയിൽ തുടങ്ങിയ അപേക്ഷ 2025 ഡിസംബർ വരെയും കൊടുക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഈ വ്യക്തി സെക്രട്ടറിക്കെതിരെയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെതിരെയോ ഹൈക്കോടതിയിൽ പോവുകയാണ്. ഹൈക്കോടതിയിൽ പോയാൽ നമ്മൾ കൊടുത്തില്ലെങ്കിലും അവർക്ക് അനുവാദം വാങ്ങിക്കാൻ കഴിയും. മാത്രമല്ല, അവിടെ അതിന്റെ കൂടെ ഈ ഓണർ, ഈ ക്രഷറിന്റെ ഓണർ പറയാണ്, എനിക്ക് ഒരു ദിവസം ഇത്ര ലക്ഷം രൂപയുടെ ചെലവുണ്ടായിരുന്നു, അപ്പൊ അതൊരു മാസത്തിന് ഇത്ര ലക്ഷം രൂപയാണ്, ഇൻറ്റു ഈ 2 വർഷത്തെ നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇത്ര ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന് കാരണക്കാർ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് എന്ന് പറഞ്ഞ് എനിക്കെതിരെയും സെക്രട്ടറിക്കെതിരെയും ഒരു കേസ് കൊടുത്താൽ ആ കേസിന് മാസക്കണക്കിന് കൊല്ലക്കണക്കിന് നടക്കേണ്ടതും കോടതി വിധിക്കുന്ന പിഴ എന്തോ അത് അടയ്ക്കേണ്ടതും ആയ സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആണ് സെക്രട്ടറി നമ്മളതിനെ പരിശോധിച്ചുകൊണ്ട് പ്രവർത്തനാനുമതി നൽകാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതും സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയതും. ഇതാണ് വസ്തുത എന്നിരിക്കെ നമുക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നടക്കാം. പിന്നെ ഈ വിഷയങ്ങളൊക്കെ 4ഉം 5ഉം തവണ മാറ്റിവെച്ചപ്പോഴും അവിടുത്തെ ഒരു പ്രമുഖനായ ഒരു ലോക്കലായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങളൊരു മാസ് പെറ്റീഷൻ എല്ലാവരും കൂടി എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ട് പഞ്ചായത്തിലും ഒപ്പം നിയമ നടപടിയിലേക്ക് നിങ്ങൾക്ക് പോയില്ല എങ്കിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് ഞാൻ ആ പൗരപ്രമുഖനെ പറഞ്ഞു ധരിപ്പിക്കുകയും അദ്ദേഹം അത് ചെയ്യാമെന്ന് ഏറ്റു. പക്ഷെ അദ്ദേഹം പല ആളുകൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല, പല ആളുകളുമായി അദ്ദേഹം സംസാരിച്ചു എന്നും. അപ്പൊ അദ്ദേഹം പറയുന്നത് ആരും ഇതിന് മുൻകൈയെടുത്ത് എന്റെ കൂടെ വരാൻ തയ്യാറല്ല, അതുകൊണ്ട് ആവശ്യക്കാരൊക്കെ വരട്ടെ, അപ്പൊ നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊന്നും കാണാതെ കേൾക്കാതെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് എന്റെ മേൽ
എൻ്റെ തലയിലേക്ക് ഇത് ചാർത്തി വെക്കാനുള്ള ശ്രമം അത് ശരിയല്ല എന്ന് അവിടുത്തെ ജനങ്ങളോട് ആരാണോ ഇതിന്റെ പുറകിൽ പറ്റിയത് അവരോട് അറിയിക്കുകയാണ്. ഈ കോറിയുടെ പ്രവർത്തനം നിർത്താൻ ആവശ്യമായ നടപടികൾ ഇന്നലെ ചേർന്ന യോഗത്തിൽ, ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനൊക്കെ ഉള്ള സംവിധാനത്തിൽ UDF-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണല്ലോ ഭരിക്കുന്നത്. അതുകൊണ്ട് UDF-ന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ ഉറച്ച വിശ്വാസം ഇന്ന് സെക്രട്ടറി ഒപ്പിട്ട് അത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും എന്നാണ് ഞാൻ ഇന്നലെ യോഗം കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കോറി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ തന്നെ ഞാൻ എന്നുകൂടെ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. നിലവിൽ ക്രഷറിന്റെ പ്രവർത്തനം നിർത്താനായുള്ള സ്റ്റോപ്പ് മെമ്മോ നൽകാൻ പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടെന്നാണ് വിവരമെന്നും ദുരിതമനുഭവിക്കുന്ന പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും ഒപ്പമാണ് താനെന്നും KM ഹനീഫ അറിയിച്ചു.